ആർത്തഡൽ എന്ന മാന്ത്രിക ഭൂമിയിലെ ചോരയും പ്രതികാരവും നിറഞ്ഞ കഥയുടെ 2ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1ാം സീസൺ അവസാനിച്ചിട്ട് നീണ്ട 8 വർഷങ്ങളാണ് കടന്നുപോയിരിക്കുന്നത്. ഈ 8 വർഷം കൊണ്ട് ആർത്തഡലിലെ അധികാര സമവാക്യങ്ങൾ ആകെ മാറി മറിഞ്ഞു. പണ്ട് നമ്മൾ കണ്ട ആ പാവം ഉത്സവമല്ല, ഇന്നവൻ ആർത്തഡലിനെ വിറപ്പിക്കുന്ന വലിയൊരു സൈന്യത്തിന്റെ തലവനാണ്. അങ്ങോട്ട് പോകുന്നതിന് മുൻപ് ആർത്തഡലിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആർത്തഡലിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ രാജാവായി താഗോൺ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. താഗോണിനും താഹയ്ക്കും ഇപ്പോൾ അരുകി എന്നു പേരുള്ള ഒരു ആൺകുട്ടിയുമുണ്ട്. പുറമേക്ക് വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനാണെങ്കിലും ഉള്ളിൽ താഗോൺ വല്ലാത്തൊരു ഭയത്തിലാണ് കഴിയുന്നത്. താൻ ഒരു ഇഗുതുവാണെന്ന സത്യം ജനങ്ങൾ അറിയുമോ എന്ന ഭയം അയാളെ ഒരു ക്രൂരനായ ഭരണാധികാരിയാക്കി മാറ്റി. തന്റെ അധികാരത്തിന് എതിരെ നിൽക്കുന്ന ആരെയും അയാൾ കൊന്നു തള്ളാൻ തുടങ്ങി. അതേസമയം ആർത്തഡലിലെ ജനങ്ങളുടെ പരമാധികാരിയായ ആത്മീയ നേതാവായി നമ്മുടെ താനിയ മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് രാജാവായ താഗോണിനേക്കാളും വിശ്വാസം താനിയയെയാണ്. താനിയ ഈ പദവി ഉപയോഗിക്കുന്നത് താഗോണിനെ സഹായിക്കാനല്ല, മറിച്ച് പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാനും ഉള്ളിൽ ലുൻസോമിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനുമാണ്. താഗോണിന്റെ കൊട്ടാരത്തിലെ ചാരന്മാർ എപ്പോഴും താനിയയെ നിരീക്ഷിക്കുന്നുണ്ട്. എങ്കിലും അവൾ അതീവ ബുദ്ധിപരമായി തന്റെ കരുക്കൾ നീക്കുന്നു. ഇനി നമുക്ക് ആർത്തഡലിന് പുറത്തുള്ള കാടുകളിലേക്ക് പോകാം. അവിടെയാണ് നമ്മുടെ ഉത്സവം ഉള്ളത്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഉത്സവം വൻ മാറ്റങ്ങൾക്കാണ് വിധേയനായത്. ആഗോ ഗോത്രത്തിലെ പരസ്പരം അടിപിടി കൂടിയിരുന്ന 30ഓളം ചെറു ഗ്രൂപ്പുകളെ അവൻ ഒന്നിപ്പിച്ചു. ആഗോ ഗോത്രക്കാരുടെ പുരാണത്തിലെ രക്ഷകനായ ഇനായിഷോൺ തന്നെയാണ് ഉത്സവം എന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഉത്സവം വെറും ഒരു പോരാളിയല്ല, 10,000 വരുന്ന ആഗോ സൈന്യത്തിന്റെ പരമാധികാരിയാണ്. ആർത്തഡലിന്റെ അടിമത്തത്തിൽ നിന്നും തന്റെ ആളുകളെ മോചിപ്പിക്കുക, താനിയയെ രക്ഷിക്കുക എന്നിവയാണ് ഉൻസോമിന്റെ ലക്ഷ്യങ്ങൾ. ഹാൻതോ നദിക്ക് അപ്പുറം ഉൻസോമിന്റെ സൈന്യം ആർത്തഡലിനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതേ സമയം കൊട്ടാരത്തിൽ താഗോണിന്റെ വളർത്തുപുത്രനും ഉൻസോമിന്റെ ഇരട്ട സഹോദരനുമായ സായ ആർത്തഡൽ സൈന്യത്തിന്റെ ചീഫ് ജനറലായി വളർന്നു കഴിഞ്ഞു. താഗോണിന് ശേഷം അടുത്ത രാജാവാകണമെന്നാണ് സായയുടെ ആഗ്രഹം. ആഗോ ഗോത്രത്തെ നയിക്കുന്ന ആ പുതിയ നേതാവ് തന്റെ സ്വന്തം അനിയനായ ഉൻസോമാണെന്ന് സായയ്ക്കറിയില്ല. തിരിച്ചും ഉൻസോമിനും സായയെക്കുറിച്ച് അറിയില്ല. ആഗോ ഗോത്രം ആർത്തഡലിന്റെ അതിർത്തികൾ ആക്രമിക്കാൻ തുടങ്ങിയതോടെ താഗോൺ സായയോട് ആഗോ സൈന്യത്തെ അടിച്ചമർത്താൻ കൽപ്പിക്കുന്നു. അങ്ങനെ സ്വന്തം അനിയനെ കൊലപ്പെടുത്താനായി സായ തന്റെ വൻ സൈന്യവുമായി യുദ്ധകളത്തിലേക്ക് പുറപ്പെടുന്നു. യുദ്ധകളം ഉണരുകയാണ്. സായ വിചാരിച്ചത് ആഗോ ഗോത്രക്കാർ കാട്ടുവാസികളാണ്, അവരെ എളുപ്പത്തിൽ തോൽപ്പിക്കാമെന്നാണ്. ആർത്തഡൽ സൈന്യത്തിന് അത്യാധുനികമായ ഇരുമ്പ് ആയുധങ്ങളും വലിയ കവചങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ലുൻസോം കാടുകളിലെ ഭൂപ്രകൃതിയെ തനിക്ക് അനുകൂലമായി ഉപയോഗിച്ചു. ഒരു വലിയ നദീതീരത്ത് വെച്ചാണ് ഇരു സൈന്യവും ഏറ്റുമുട്ടുന്നത്. സായയുടെ സൈന്യം ആഗോ ഗോത്രത്തിന് നേരെ മുന്നേറുമ്പോൾ ഉൻസോം വനത്തിനുള്ളിൽ ഒളിച്ചിരുന്ന് ഒളിപ്പോര് നടത്തുന്നു. ആർത്തഡലിന്റെ വൻ സൈന്യത്തെ കെണിയിൽ വീഴ്ത്താൻ ഉൻസോം നദിക്കരയിലെ ചതുപ്പ് നിലങ്ങളും കാട്ടുതീയും ആയുധമാക്കുന്നു. സായയുടെ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരേ ചോരയിൽ പിറന്ന 2 സഹോദരന്മാർ പരസ്പരം തിരിച്ചറിയാതെ 2 വ്യത്യസ്ത ചേരികളിൽ നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. യുദ്ധകളത്തിൽ ആർത്തഡൽ സൈന്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഉൻസോമിന്റെ വന്യമായ തന്ത്രങ്ങൾ വിജയിക്കുകയാണ്. എന്നാൽ കഥ അവിടെയും തീരുന്നില്ല. ഒരേ മുഖമുള്ള 2 സഹോദരന്മാർ നേർക്കുനേർ വരാൻ പോകുന്നു. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് തന്റെ സൈന്യം പതറുന്നത് കണ്ട് ജനറലായ സായ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. ആഗോ സൈന്യത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആ കമാൻഡറെ നേരിട്ട് വധിച്ചാൽ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് സായ കണക്കുകൂട്ടി. അങ്ങനെ കാടിനുള്ളിലെ ഒരു തന്ത്രപ്രധാനമായ സ്ഥലത്ത് വെച്ച് സായയും ഉൻസോമും നേർക്കുനേർ വരികയാണ്. പുകപടലങ്ങൾക്കും പൊടിപടലങ്ങൾക്കും ഇടയിലൂടെ അവർ പരസ്പരം കാണുന്നു. 2 പേരും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു പോവുകയാണ്. കാരണം തനിക്ക് മുന്നിൽ നിൽക്കുന്ന ശത്രുവിന് തന്റെ അതേ മുഖം,
തനിക്കൊരു ഇരട്ട സഹോദരൻ ഉണ്ടെന്ന കാര്യം സായയ്ക്ക് അറിയാമായിരുന്നെങ്കിലും അവൻ ആഗോ ഗോത്രത്തിന്റെ തലവനായ ഇനായിഷൂൺ ആണെന്ന് സായ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതേസമയം ഉൻസോമിന് തന്റെ സഹോദരനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഈ ആശയക്കുഴപ്പത്തിനിടയിൽ അവർ തമ്മിൽ കടുത്തൊരു പോരാട്ടം നടക്കുന്നു. എന്നാൽ യുദ്ധത്തിന്റെ വേലിയേറ്റത്തിൽ അവർക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയുന്നതിനു മുൻപ് തന്നെ ആ സാഹചര്യങ്ങൾ അവരെ രണ്ടുപേരെയും രണ്ട് വഴിക്ക് മാറ്റുന്നു. നമുക്ക് ഇനി ആർത്തഡൽ കൊട്ടാരത്തിലേക്ക് വരാം. യുദ്ധം പുറത്തു നടക്കുമ്പോൾ അകത്ത് മറ്റൊരു യുദ്ധം നടക്കുന്നുണ്ട്. അത് അധികാരത്തിന് വേണ്ടിയുള്ളതാണ്. താഗോണിന്റെ രാജ്ഞിയായ താഹ ഇപ്പോൾ പഴയതിനേക്കാൾ അപകടകാരിയായി മാറിയിരിക്കുന്നു. അവൾക്ക് തന്റെ മകനായ അരുകിയെ അടുത്ത രാജാവാക്കണം. അതിനായി താഗോണിന്റെ വളർത്തുപുത്രനായ സായയെ വഴിയിൽ നിന്ന് മാറ്റാൻ അവൾ രഹസ്യമായി കരുക്കൾ നീക്കുന്നു. താഗോൺ മാനസികമായി തളർന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് താഹ മനസ്സിലാക്കുന്നു. താഗോണിന്റെ ശരീരത്തിൽ പ്രായത്തിന്റെ ലക്ഷണങ്ങളും ഒപ്പം പഴയ യുദ്ധങ്ങളിലെ പരിക്കുകളുടെ വേദനയും അലട്ടുന്നുണ്ട്. ഈ ബലഹീനത മുതലെടുത്ത് കൊട്ടാരത്തിലെ അധികാരം പൂർണ്ണമായും തന്റെ കൈപ്പടിയിലാക്കാൻ താഹ ശ്രമിക്കുന്നു. താനിയയുടെ സ്വാധീനം കുറക്കാനും അവൾ പദ്ധതികൾ മെനയുന്നുണ്ട്. ഇതേ സമയം യുദ്ധക്കളത്തിൽ സായയും ഉൻസോമും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു എന്ന വാർത്ത താനിയ അറിയുകയാണ്. രണ്ടുപേരും തന്റെ പ്രിയപ്പെട്ടവരാണ്. അവർ പരസ്പരം കൊന്നൊടുക്കുമോ എന്ന ഭയം താനിയയെ വല്ലാതെ അലട്ടുന്നു. അവൾ എങ്ങനെയെങ്കിലും ഈ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നു. താനിയ തന്റെ വിശ്വസ്തരായ ആളുകൾ വഴി ഉൻസോമിന് രഹസ്യമായി ഒരു സന്ദേശം എത്തിക്കാൻ ശ്രമിക്കുന്നു. ആർത്തഡൽ സൈന്യത്തിന്റെ തലവനായി വരുന്നത് അവന്റെ ഇരട്ട സഹോദരനായ സായ ആണെന്ന സത്യം അവൾ ഉൻസോമിനെ അറിയിക്കാൻ തുനിയുകയാണ്. ഈ സത്യം ഉൻസോം അറിയുമ്പോൾ യുദ്ധത്തിന്റെ ഗതി എന്താകുമെന്ന് താനിയ ഭയപ്പെടുന്നുണ്ട്. വീണ്ടും യുദ്ധകളത്തിലേക്ക് വന്നാൽ ഉൻസോമിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ കാരണം ആർത്തഡൽ സൈന്യത്തിന് താൽക്കാലികമായി പിന്മാറേണ്ടി വരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങളോടെ സായ തന്റെ സൈന്യത്തെയും കൊണ്ട് പിൻവാങ്ങുന്നു. ആദ്യത്തെ പോരാട്ടത്തിൽ ഉൻസോം വിജയം വരിച്ചിരിക്കുകയാണ്. പക്ഷേ സായയ്ക്ക് ഈ തോൽവി വല്ലാത്ത അപമാനമുണ്ടാക്കുന്നു. അതിലുപരി ആ കണ്ട മുഖം അവന്റെ മനസ്സിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നു. ആഗോ ഗോത്രത്തിലെ തലവൻ തന്റെ അനിയൻ തന്നെയാണെന്ന് സായ ഉറപ്പിക്കുന്നു. ഈ യുദ്ധം വെറും ഒരു രാജ്യം പിടിച്ചെടുക്കൽ മാത്രമല്ല, തങ്ങളുടെ വംശത്തിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടമാണെന്ന് ഉൻസോമും തിരിച്ചറിയുന്നു. അങ്ങനെ ആദ്യത്തെ യുദ്ധത്തിൽ ഉൻസോം വിജയിച്ചെങ്കിലും യഥാർത്ഥ പോരാട്ടം ഇനി വരാൻ പോകുന്നതേയുള്ളൂ. തങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു ചതിയെക്കുറിച്ചറിയാതെ രണ്ടുപേരും അടുത്ത നീക്കങ്ങൾ നടത്തുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആദ്യ യുദ്ധത്തിലെ തോൽവിക്ക് ശേഷം സായ ആകെ അസ്വസ്ഥനാണ്. ആഗോ ഗോത്രത്തിന്റെ തലവനായ ഇനായിഷോൺ തന്റെ ഇരട്ട സഹോദരൻ ഉൻസോം ആണെന്ന് സായയ്ക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. ഈ വിവരം താഗോൺ രാജാവോ രാജ്ഞി താഹയോ അറിഞ്ഞാൽ ഉൻസോം മാത്രമല്ല, ഒരു ഇഗുതു ആയതുകൊണ്ട് തന്റെ ജീവനും അപകടത്തിലാകുമെന്ന് സായ ഭയപ്പെടുന്നു. അതുകൊണ്ട് സായ ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കുന്നു. യുദ്ധം ചെയ്ത് ഉൻസോമിനെ കൊല്ലുന്നതിന് പകരം അവനെ തനിയെ കണ്ട് സംസാരിക്കാൻ സായ തീരുമാനിക്കുന്നു. ആർത്തഡൽ സൈന്യത്തിൽ നിന്നും ആഗോ സൈന്യത്തിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് രണ്ട് സഹോദരന്മാർ മാത്രം കാണുന്ന ഒരു രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് സായ വഴിയൊരുക്കുന്നു. കാടിനുള്ളിലെ ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് ഉൻസോമും സായയും ഒടുവിൽ മുഖാമുഖം വരുന്നു. ആദ്യമായിട്ടാണ് അവർ പരസ്പരം കാണുന്നത്. 8 വർഷമായി താൻ കൊട്ടാരത്തിൽ അനുഭവിച്ച നരകയാതനകളെക്കുറിച്ചും തങ്ങൾ രണ്ടുപേരും താഗോണിന്റെയും ഈ ലോകത്തിന്റെയും ശത്രുക്കളാണെന്നും സായ ഉൻസോമിനോട് പറയുന്നു. തനിക്കൊരു ഇരട്ട സഹോദരൻ ഉണ്ടെന്ന സത്യം ഉൻസോം വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്നു. എങ്കിലും സായയുടെ കണ്ണുകളിലെ സത്യസന്ധത അവൻ തിരിച്ചറിയുന്നു. താനിയ ഇപ്പോഴും സുരക്ഷിതയാണെന്നും അവളെ രക്ഷിക്കണമെങ്കിൽ തങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും സായ ഉൻസോമിനെ വിശ്വസിപ്പിക്കുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റൊരു വലിയ കെണിയുണ്ടായിരുന്നു. സായ ഉൻസോമിനെ കാണാൻ പോകുന്നു എന്ന വിവരം കൊട്ടാരത്തിൽ രാജ്ഞിയായ താഹ ചാരന്മാർ വഴി മണത്തറിഞ്ഞിരുന്നു. സായ എന്തോ വലിയ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ താഹ അവനെ ഇല്ലാതാക്കാൻ ആർത്തഡലിലെ ഏറ്റവും ക്രൂരരായ ഷഹാദി എന്ന കൊലയാളി കൂട്ടത്തെ അങ്ങോട്ടയക്കുന്നു. ഉൻസോമും സായയും സംസാരിച്ചു നിൽക്കുന്ന ആ നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ കൊലയാളികൾ അവർക്ക് നേരെ ആയുധങ്ങളുമായി ചാടി വീഴുന്നു. കടുത്ത പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. രണ്ട് സഹോദരന്മാരും ഒന്നിച്ചു നിന്ന് അവരോട് പോരാടുന്നു. എന്നാൽ ആ പോരാട്ടത്തിനിടയിൽ സായയ്ക്ക് മാരകമായി പരിക്കേൽക്കുന്നു. അവൻ ബോധരഹിതനായി വീഴുകയാണ്.
കൊലയാളികളിൽ ഭൂരിഭാഗവും കൊല്ലപ്പെടുന്നു. പരിക്കേറ്റ സായയെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ഉൻസോം ശ്രമിക്കുന്നു. എന്നാൽ ആ സമയത്ത് ആർത്തഡലിന്റെ ബാക്കി സൈന്യം അങ്ങോട്ട് വരുന്നത് ഉൻസോം കാണുന്നു. സായയുടെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കൊണ്ട് സൈന്യം ഉൻസോമിനെ തങ്ങളുടെ ജനറലായ സായ ആയി തെറ്റിദ്ധരിക്കുന്നു. അവിടെ വെച്ച് ഉൻസോം ഒരു വലിയ തീരുമാനമെടുക്കുന്നു. പരിക്കേറ്റ സായയെ ആഗോ ഗോത്രത്തിന്റെ തന്റെ വിശ്വസ്തരുടെ അടുത്തേക്ക് മാറ്റാൻ അവൻ നിർദ്ദേശിക്കുന്നു. എന്നിട്ട് സായയുടെ വസ്ത്രങ്ങളും കവചങ്ങളും ധരിച്ച് ഉൻസോം സായ ചമഞ്ഞ് ആർത്തഡൽ സൈന്യത്തോടൊപ്പം കൊട്ടാരത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. താനിയയെ രക്ഷിക്കാനും ആർത്തഡലിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ അറിയാനും ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടാനില്ലെന്ന് അവൻ മനസ്സിലാക്കുന്നു. കാട്ടിൽ ജനിച്ചു വളർന്ന നമ്മുടെ ഉൻസോം ഇപ്പോൾ ആർത്തഡലിന്റെ ചീഫ് ജനറലായ സായയുടെ വേഷത്തിൽ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ചുറ്റും ശത്രുക്കൾ മാത്രമുള്ള ആ കൊട്ടാരത്തിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ പോലും ഉൻസോമിന്റെ ജീവൻ അപകടത്തിലാകും. കൊട്ടാരത്തിൽ എത്തിയ ഉൻസോമിന് മുന്നിലേക്ക് ആദ്യം വരുന്നത് രാജ്ഞിയായ താഹയാണ്. താൻ അയച്ച ഷഹാദി കൊലയാളികളെ വെട്ടിച്ച് സായ എങ്ങനെ ജീവനോടെ തിരിച്ചെത്തി എന്ന് കണ്ട് താഹ ഉള്ളിൽ ഞെട്ടുന്നു. എങ്കിലും പുറമേക്ക് അവൾ അത് കാണിക്കാതെ യുദ്ധകളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. സായയുടെ സ്വഭാവവും സംസാരിക്കുന്ന രീതിയും നന്നായി അറിയാവുന്ന താഹയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ആളുടെ പെരുമാറ്റത്തിൽ ചെറിയൊരു വ്യത്യാസം തോന്നുന്നു. എന്നാൽ ഉൻസോം അതീവ ബുദ്ധിപരമായി സംസാരിച്ച് തനിക്ക് യുദ്ധത്തിൽ പരിക്കേറ്റതിന്റെ ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും തടിയൂരുന്നു. താൻ നിൽക്കുന്നത് സിംഹത്തിന്റെ മടയിലാണെന്ന് ഉൻസോം തിരിച്ചറിയുന്ന നിമിഷമായിരുന്നു അത്. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം ഉൻസോമും താനിയയും ഒടുവിൽ കൊട്ടാരത്തിന്റെ ഒരു രഹസ്യ കോണിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. സായയുടെ വേഷത്തിലാണ് നിൽക്കുന്നതെങ്കിലും താനിയയുടെ ഉള്ളിലെ പ്രത്യേക കഴിവ് കാരണം മുന്നിൽ നിൽക്കുന്നത് സായ അല്ല, തന്റെ ജീവനായ ഉൻസോമാണെന്ന് അവൾ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുന്നു. ആ കണ്ടുമുട്ടൽ വല്ലാത്തൊരു വൈകാരിക നിമിഷമായിരുന്നു. ഇത്രയും കാലം പരസ്പരം കാണാതെ അനുഭവിച്ച വേദന മുഴുവൻ അവരുടെ കണ്ണുകളിലുണ്ടായിരുന്നു. എന്നാൽ അധിക നേരം അവർക്ക് ആ സന്തോഷം പങ്കിടാൻ കഴിഞ്ഞില്ല. സായിക്ക് പരിക്കേറ്റ വിവരവും അവൻ ആഗോ ഗോത്രത്തിന്റെ കസ്റ്റഡിയിലാണെന്ന വിവരവും ഉൻസോം താനിയയോട് പറയുന്നു. താഗോണിന്റെ കണ്ണിൽപ്പെടാതെ എത്രയും പെട്ടെന്ന് കൊട്ടാരം വിട്ട് രക്ഷപ്പെടാൻ താനിയ ഉൻസോമിനോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് താൻ വന്നിരിക്കുന്നതെന്ന് ഉൻസോം വ്യക്തമാക്കുന്നു. ഇതേ സമയം താഗോൺ രാജാവ് ഉൻസോമിനെ തന്റെ അടുത്തേക്ക് വിളിപ്പിക്കുന്നു. താഗോൺ ഇപ്പോൾ മാനസികമായി കടുത്ത ഭ്രമത്തിലാണ്. ആഗോ ഗോത്രത്തിന്റെ തലവനായ ഇനായ്ഷോൺ രക്ഷപ്പെട്ടു എന്ന വാർത്ത താഗോണിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന സായയുടെ കണ്ണുകളിലെ ധീരതയും ഭയമില്ലായ്മയും താഗോൺ ശ്രദ്ധിക്കുന്നു. സാധാരണ സായോ താഗോണിനു മുന്നിൽ എപ്പോഴും ഭയത്തോടെയും വിനയത്തോടെയുമാണ് നിൽക്കാറുള്ളത്. ഈ മാറ്റം താഗോണിൽ നേരിയ സംശയമുണ്ടാക്കുന്നു. എങ്കിലും ആഗോ ഗോത്രത്തെ പൂർണ്ണമായി അടിച്ചമർത്താൻ വലിയൊരു സൈന്യത്തെയും കൂട്ടി വീണ്ടും പുറപ്പെടാൻ താഗോൺ ഉൻസോമിനോട് കൽപ്പിക്കുന്നു. സായ ആകട്ടെ താൻ ആഗോ ഗോത്രക്കാരുടെ ക്യാമ്പിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അവിടെയുള്ള ആളുകൾ സായയെ ഇനായ്ഷോൺ എന്ന് കരുതിയാണ് പരിചരിക്കുന്നത്. തന്റെ അനിയൻ തന്റെ വേഷത്തിൽ ആർത്തഡലിലേക്ക് പോയി എന്ന് സായ തിരിച്ചറിയുന്നു. ആർത്തഡൽ കൊട്ടാരം എത്രത്തോളം അപകടം പിടിച്ചതാണെന്ന് സായക്ക് അറിയാവുന്നത് കൊണ്ട് അവൻ ഉൻസോമിന്റെ ജീവനെയോർത്ത് ഭയപ്പെടുന്നു. ബോധം വീണ സായയ്ക്ക് അവിടെ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. കാരണം ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ ആഗോ ഗോത്രക്കാർ താൻ ശത്രുവായ സായ ആണെന്ന് തിരിച്ചറിയുകയും തന്നെ കൊന്നു കളയുകയും ചെയ്യുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് സായ വളരെ ബുദ്ധിപരമായി ഉൻസോമിനെ പോലെ അഭിനയിക്കാൻ തുടങ്ങുന്നു. ഉൻസോമിന്റെ വിശ്വസ്തരായ പോരാളികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ അതീവ ശ്രദ്ധയോടെ മറുപടി നൽകുന്നു. എന്നാൽ ഉൻസോമിന്റെ പെരുമാറ്റത്തിലെ ആർദ്രതയും സ്നേഹവും സായയുടെ കടുംപിടുത്തമുള്ള സ്വഭാവത്തിൽ കാണാത്തതുകൊണ്ട് ആഗോ ഗോത്രത്തിലെ ചിലർക്ക് നേരിയ സംശയങ്ങൾ തോന്നിത്തുടങ്ങുന്നുണ്ട്. ഇതേ സമയം ആർത്തഡൽ കൊട്ടാരത്തിൽ ഉൻസോം സായയുടെ പദവി പരമാവധി ഉപയോഗിക്കുകയാണ്. താഗോൺ രാജാവ് വലിയൊരു സൈന്യത്തെയും കൂട്ടി വീണ്ടും ആഗോ ഗോത്രത്തെ ആക്രമിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണല്ലോ. ഈ യുദ്ധം ഒഴിവാക്കാനും തന്റെ ആളുകളെ രക്ഷിക്കാനും ഉൻസോം താനിയയുമായി ചേർന്ന് രഹസ്യ പദ്ധതികൾ മെനയുന്നു.
കൊട്ടാരത്തിലെ സൈനിക രഹസ്യങ്ങളും തന്ത്രങ്ങളും ഉൻസോം ചോർത്താൻ തുടങ്ങുന്നു. സായയുടെ പേരിൽ അവൻ ചില ഉത്തരവുകൾ തിരുത്തുകയും ആർത്തഡൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ മന്ദഗതിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. താനിയ തന്റെ ആത്മീയ സ്വാധീനം ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ താഗോണിന്റെ യുദ്ധക്കൊതിക്കെതിരെ പരോക്ഷമായി സംസാരിച്ചു തുടങ്ങുന്നു. എന്നാൽ രാജ്ഞിയായ താഹ ഒട്ടും വിഡ്ഢിയല്ല. തന്റെ മുന്നിൽ നിൽക്കുന്ന സായയുടെ സംസാരത്തിലും ശരീരഭാഷയിലും ഉള്ള മാറ്റങ്ങൾ അവൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പണ്ടത്തെ സായയെ പോലെയല്ല. ഇപ്പോഴത്തെ സായയുടെ കണ്ണുകളിൽ ഭയമില്ല, മറിച്ച് വലിയൊരു നിശ്ചയദാർഢ്യമുണ്ട്. സായയെ പരീക്ഷിക്കാൻ താഹ വലിയൊരു കെണിയൊരുക്കുന്നു. കൊട്ടാരത്തിലെ അതിരഹസ്യമായ ചില രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അവൾ ഉൻസോമിനോട് സംസാരിക്കുന്നു. സായയ്ക്ക് മാത്രം അറിയാവുന്ന ചില മുൻകാല കരാറുകളെക്കുറിച്ചാണ് അവൾ ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ഉൻസോം അവിടെ വെച്ച് ചെറുതായി പതറുന്നു. സായയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരോ ആണെന്നുള്ള താഹയുടെ സംശയം അതോടെ ശക്തമാകുന്നു. കൊട്ടാരത്തിലെ സംശയങ്ങൾ ഒരു വശത്ത് പുകയുമ്പോൾ താഗോൺ രാജാവിന്റെ മാനസിക നില കൂടുതൽ വഷളാകുന്നു. തനിക്ക് ചുറ്റുമുള്ള എല്ലാവരും തന്നെ ചതിക്കാൻ നോക്കുകയാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. താനിയയുടെ വളരുന്ന ജനപ്രീതി താഗോണിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ആഗോ ഗോത്രത്തെ പൂർണ്ണമായി വേരോടെ പിഴുതെറിയാൻ, വരും തലമുറകളെ പോലും ഇല്ലാതാക്കാൻ താഗോൺ ക്രൂരമായി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ആഗോ ഗ്രാമങ്ങളിലെ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യാൻ അവൻ സൈന്യത്തിന് കൽപ്പന നൽകുന്നു. താഗോണിന്റെ ക്രൂരമായ കൽപ്പന നടപ്പിലാക്കാൻ ആർത്തഡൽ സൈന്യം പുറപ്പെടാനൊരുങ്ങുമ്പോൾ ഉൻസോം സൈന്യത്തിന്റെ തന്ത്രങ്ങളിൽ രഹസ്യമായ മാറ്റം വരുത്തുന്നു. ആഗോ ഗോത്രക്കാർക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ സമയം നൽകാനാണ് അവൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ നീക്കങ്ങൾ രാജ്ഞിയായ താഹ കൃത്യമായി കണ്ടെത്തുന്നു. സായയ്ക്ക് മാത്രം അറിയാവുന്ന കൊട്ടാരത്തിലെ ചില രഹസ്യ കോഡുകൾ ഉൻസോം തെറ്റിച്ചതോടെ മുന്നിൽ നിൽക്കുന്നത് സായ അല്ലെന്ന് താഹ ഉറപ്പിക്കുന്നു. അവൾ അവനെ നേരിട്ട് ഒരു മുറിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ്. ഒടുവിൽ പിടിവീഴുമെന്ന ഘട്ടത്തിൽ ഉൻസോം തന്റെ യഥാർത്ഥ സത്യം താഹയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു. താൻ ആഗോ ഗോത്രത്തിന്റെ തലവനായ ഇനായ്ഷൂൺ ആണെന്ന് അവൻ പറയുന്നു. പക്ഷേ താഹ അവനെ ഉടനടി തടവിലാക്കുന്നില്ല. കാരണം സായ ഇപ്പോൾ ആഗോ ഗോത്രത്തിന്റെ കയ്യിലാണെന്നും അവനെ ജീവനോടെ വേണമെങ്കിൽ ഉൻസോമിനെ തൽക്കാലം ജീവനോടെ നിർത്തണമെന്നും അവൾ മനസ്സിലാക്കുന്നു. രാഷ്ട്രീയമായി ഇതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് താഹ ചിന്തിക്കുന്നത്. ഇതേ സമയം കാട്ടിൽ സായയുടെ അഭിനയം അധിക നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഉൻസോമിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും പോരാളികളും സായയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി അവനെ കടുപ്പത്തിൽ ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ താൻ ഉൻസോമല്ല, അവന്റെ ഇരട്ട സഹോദരനായ സായ ആണെന്ന സത്യം അവന് തുറന്നു പറയേണ്ടി വരുന്നു. ആഗോ ഗോത്രക്കാർ ഇതു കേട്ട് ആകെ ക്രോധാകുലരാകുന്നു. തങ്ങളുടെ ദൈവതുല്യനായ നേതാവിനെ ആർത്തഡൽ സൈന്യം ചതിച്ച് തടവിലാക്കിയെന്നും മുന്നിൽ നിൽക്കുന്നത് ശത്രുവായ ജനറലാണെന്നും അവർ മനസ്സിലാക്കുന്നു. അവർ സായയെ തടവിലാക്കുകയും അവനെ വധിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ആഗോ ഗോത്രത്തിലെ ചില മുതിർന്ന നേതാക്കൾ സായയെ ഉപയോഗിച്ച് ഉൻസോമിനെ മോചിപ്പിക്കാൻ ആർത്തഡലുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നു. കൊട്ടാരത്തിൽ ഉൻസോം അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ താനിയ രംഗം ശാന്തമാകാൻ തന്റെ ആത്മീയ പദവി ഉപയോഗിക്കുന്നു. അവൾ ആർത്തഡലിലെ ജനങ്ങൾക്ക് മുന്നിൽ വന്ന് വലിയൊരു പ്രവചനം നടത്തുന്നു. ദൈവങ്ങളുടെ കോപം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ യുദ്ധം നിർത്തണമെന്നും അല്ലാത്ത പക്ഷം ആർത്തഡൽ സാമ്രാജ്യം തകർന്നടിയുമെന്നും അവൾ പ്രഖ്യാപിക്കുന്നു. താനിയയുടെ ഈ പ്രഖ്യാപനം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നു. താഗോൺ രാജാവിന് ജനങ്ങളുടെ വികാരം മാനിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. എങ്കിലും ഉള്ളിൽ താനിയയോട് താഗോണിന്റെ പക ഇരട്ടുകയാണ് ചെയ്തത്. തന്റെ സിംഹാസനത്തിന് ഭീഷണിയാകുന്ന ആരെയും വെച്ചേക്കില്ലെന്ന് താഗോൺ ഉറപ്പിക്കുന്നു. ഉൻസോം എങ്ങനെയോ കൊട്ടാരത്തിലെ കാവൽക്കാരെ വെട്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും തന്റെ ആഗോ സൈന്യത്തിന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയ ഉൻസോം സായയെ തടവിൽ നിന്നും മോചിപ്പിക്കുന്നു. തങ്ങൾ രണ്ടുപേരും ഒരേ ചോരയാണെന്നും താഗോണിനെ തകർക്കാൻ ഒന്നിക്കണമെന്നും അവൻ സായയോട് പറയുന്നു. ഇനി ഒളിച്ചു കളിയില്ലെന്ന് ഉറപ്പിച്ച താഗോൺ തന്റെ മുഴുവൻ വൻ സൈന്യത്തെയും കൂട്ടി ആഗോ ഗോത്രത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്നു. അപ്പുറത്ത് ഉൻസോമും തന്റെ 10,000 കണക്കിന് വരുന്ന സൈന്യവുമായി താഗോണിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്നു.
ആർത്തഡലിന്റെ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു യുദ്ധത്തിനാണ് അസബാൽ സമതലം സാക്ഷ്യം വഹിക്കുന്നത്. ഇരുമ്പ് ആയുധങ്ങളും മികച്ച യുദ്ധമുറകളുമുള്ള താഗോണിന്റെ സൈന്യം ആഗോ ഗോത്രത്തിന് മേൽ കടുത്ത ആക്രമണം അഴിച്ചുവിടുന്നു. തുടക്കത്തിൽ താഗോണിന്റെ വൻ സൈന്യത്തിനു മുന്നിൽ ഉൻസോമിന്റെ ആളുകൾ പതറുന്നു. എന്നാൽ ഈ സമയത്ത് ഉൻസോമിനെ സഹായിക്കാൻ അവന്റെ ഇരട്ട സഹോദരനായ സായയും ചില തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങുന്നു. ഒപ്പം കാടുകളിലെ വന്യമൃഗങ്ങളെയും പ്രകൃതിയെയും കൃത്യമായി ഉപയോഗിച്ച് ഉൻസോം തിരിച്ചടിക്കാൻ തുടങ്ങുന്നു. യുദ്ധക്കളം ചോരക്കടലായി മാറുകയാണ്. ചോര മരവിക്കുന്ന പോരാട്ടത്തിനൊടുവിൽ താഗോണിന്റെ സൈന്യത്തെ തകർത്ത് ഉൻസോം വിജയത്തിലേക്ക് അടുക്കുന്നു. യുദ്ധത്തിൽ താൻ തോൽക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ താഗോൺ വല്ലാത്തൊരു ഭ്രാന്തമായ അവസ്ഥയിലാകുന്നു. അവൻ യുദ്ധകളത്തിൽ നിന്നും രഹസ്യമായി ആർത്തഡൽ കൊട്ടാരത്തിലേക്ക് പിൻവാങ്ങുന്നു. തനിക്ക് കിട്ടാത്ത ആർത്തഡൽ മറ്റാർക്കും കിട്ടരുതെന്ന് താഗോൺ തീരുമാനിക്കുന്നു. അവൻ കൊട്ടാരത്തിന് താഴെയുള്ള അതിരഹസ്യമായ വിഷവാതകവും തീയും ആർത്തഡൽ നഗരത്തിലാകെ പടർത്താൻ പദ്ധതിയിടുന്നു. നഗരത്തിലെ നിരപരാധികളായ 10,000-കണക്കിന് ജനങ്ങളെ ഒന്നിച്ചു കൊന്നൊടുക്കാനായിരുന്നു അവന്റെ നീക്കം. ഒപ്പം താനിയയെ അവൻ തടവിലാക്കുകയും ചെയ്യുന്നു. താനിയയെ ഭീഷണിപ്പെടുത്തി ജനങ്ങളെ തന്റെ മുന്നിൽ മുട്ടുകുത്തിക്കാനായിരുന്നു താഗോണിന്റെ ലക്ഷ്യം. തന്റെ ജനങ്ങളെ രക്ഷിക്കാനായി ഉൻസോം കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറുന്നു. അവിടെ വെച്ച് ഉൻസോമും താഗോണും തമ്മിൽ മാരകമായ ഒരു അന്തിമ പോരാട്ടം നടക്കുന്നു. താഗോണിന്റെ ക്രൂരതയ്ക്ക് അറുതി വരുത്താൻ ഉൻസോം തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് പോരാടുന്നു. ഈ പോരാട്ടത്തിനിടയിൽ രാജ്ഞിയായ താഹയും അവിടെ എത്തുന്നു. താഗോൺ പൂർണ്ണമായി ഭ്രാന്തനായി കഴിഞ്ഞെന്നും അവൻ തന്റെ മകനായ അരുഗിയുടെ ജീവന് പോലും ഭീഷണിയാണെന്നും താഹ മനസ്സിലാക്കുന്നു. ഒടുവിൽ താഗോണിനെ തളർത്തുന്നതിൽ ഉൻസോം വിജയിക്കുമ്പോൾ താഹ തന്നെ താഗോണിന്റെ നെഞ്ചിലേക്ക് വാളിറക്കി അവന്റെ കഥ കഴിക്കുന്നു. അങ്ങനെ ആർത്തഡലിനെ വർഷങ്ങളോളം ഭയപ്പെടുത്തിയ ആ ക്രൂര ഭരണാധികാരിയുടെ അന്ത്യം കുറിക്കുന്നു. എന്നാൽ താഗോൺ മരിക്കുന്നതിന് തൊട്ടു മുൻപ് നഗരമാകെ വിഷം പടർത്താനുള്ള കെണി തുറന്നുവിട്ടിരുന്നു. ആർത്തഡലിലെ ജനങ്ങൾ മരിച്ചു വീഴാൻ തുടങ്ങുന്നു. ഈ സമയം താനിയ തന്റെ ജീവൻ പോലും പണയം വെച്ച് ആ വിഷത്തിനുള്ള പ്രതിവിധി എവിടെയാണെന്ന് കണ്ടെത്തുകയും ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ പ്രക്രിയക്കിടയിൽ താനിയയുടെ ശരീരത്തിലേക്ക് വിഷം ഉള്ളിൽ ചെല്ലുകയും അവൾ അതീവ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്യുന്നു. അവൾ മരണത്തോട് മല്ലടിക്കുമ്പോൾ ഉൻസോം അവളെ താങ്ങി പിടിക്കുന്നു. താനിയ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു, ഇനി ആർത്തഡലിനെ നയിക്കേണ്ടത് ഇനായിഷൂൺ ആയ ഉൻസോമാണ്. അവനാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ രാജാവ്. അതിനുശേഷം താനിയ ഒരു നീണ്ട കോമയിലേക്ക് വീഴുന്നു. താഗോണിന്റെ മരണശേഷം രാജ്ഞിയായ താഹ തന്റെ മകനെയും കൂട്ടി കൊട്ടാരത്തിലെ വലിയൊരു സമ്പത്തും രഹസ്യങ്ങളുമായി അവിടെ നിന്നും പുതിയൊരു സാമ്രാജ്യം കെട്ടുപടുക്കാൻ ഒളിച്ചോടുന്നു. സായയും ആർത്തഡലിൽ നിൽക്കാതെ തന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ തേടി കടലിനപ്പുറമുള്ള മറ്റൊരു ദേശത്തേക്ക് യാത്രയാകുന്നു. ഒടുവിൽ ആർത്തഡലിലെ ജനങ്ങളും ആഗോ ഗോത്രവും ഒന്നിച്ച് ഉൻസോമിനെ അവരുടെ പുതിയ രാജാവായി വാഴിക്കുന്നു. അവൻ താഗോണിനെ പോലെ ഒരു ക്രൂരനായ രാജാവായിട്ടല്ല, മറിച്ച് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു നല്ല ഭരണാധികാരിയായി മാറുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ നീണ്ട കോമയിൽ നിന്നും ഒടുവിൽ ആ കണ്ണുകൾ തുറന്നു. തനിക്കായി മാത്രം കാത്തിരുന്ന തന്റെ പ്രിയപ്പെട്ടവന്റെ മുഖത്തേക്ക് നോക്കി അവൾ പതിയെ പുഞ്ചിരിച്ചു. കാലങ്ങൾക്കും ദൂരങ്ങൾക്കും മായ്ക്കാൻ കഴിയാത്ത പ്രണയത്തോടെ ഉൻസോമും താനിയയും ഒന്നിച്ചുള്ള മനോഹരമായ ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഡ്രാമകൾ ഏതാണെന്ന് പറയുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.